ഹായ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോ എന്റെ ഒരു ഓർഡർ കൊടുക്കാൻ വേണ്ടി പോവാണ്. നമ്മളെ കൊല്ലം നീരാവിലിനടുത്താണ് ഓർഡർ അടിച്ചേക്കുന്നത്. നീരാവിൽ സ്കൂളിന്റെ തൊട്ടടുത്ത വീടെന്നാണ് കസ്റ്റമർ ലൊക്കേഷൻ വെച്ചേക്കുന്നത്. ഇന്നിപ്പോ ചൊവ്വാഴ്ചയാണ്, അതായത് നമ്മളെ പെരുന്നാള് കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഇത് സർജ് വന്നിട്ടുണ്ട്. നമുക്കൊരു 11 മണി മുതൽ 3 മണി വരെ 30 രൂപ സർജ് ഉണ്ട്. പിന്നെ രാത്രി ഉണ്ടെന്ന് തോന്നുന്നു, ഒരു 7 തൊട്ട് 11 മണി വരെ കണ്ട് 20 രൂപ സർജോ മറ്റോ. അപ്പൊ ഇന്നലെ നമ്മളെ പ്ലാനിങ് എന്താന്ന് വെച്ചാൽ നമുക്കൊരു 1000 രൂപ ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കണം. അതായത് നമ്മളെ എക്സ്പെൻസ് എല്ലാം കഴിഞ്ഞ് ഒരു 1000 രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കണം. അതാണ് ഇന്നത്തെ നമ്മളെ പ്ലാൻ. വർക്കൗട്ട് ആവോ ഇല്ലെന്ന് അറിയില്ല, എന്തായാലും നോക്കാം. ഒരു 24 ഓർഡർ ഒപ്പിക്കണം. 24 ഓർഡറിന് ഒരു 370 വരെ ഇൻസെന്റീവ് വരുന്നുണ്ട്. അപ്പൊ എങ്ങനെയെങ്കിലും ആ ഒരു 24 ഓർഡർ ഒപ്പിക്കാനുള്ള പ്ലാനിങ്ങിലാണ്. ഇതാണ് സ്കൂളിന്റെ അടുത്തുനിന്ന് അകത്തോട്ടാണോ? സ്വിഗ്ഗി ഓർഡർ ആക്കിയല്ലേ? പേയ്മെന്റ് എങ്ങനെയായിരുന്നു? ക്യാഷ് ആണോ? ഓക്കെ. നമുക്ക് ക്യാഷ് പേയ്മെന്റ് ആയിരുന്നു. ഓക്കെ, 104 രൂപയുടെ ഓർഡർ ആയിരുന്നു കേട്ടോ. അതിനകത്ത് 30 രൂപ നമുക്ക് സർജ് ബോണസ് ആയിരുന്നു. വളയ്ക്കുന്ന കാര്യം. ഇന്നിപ്പോ എന്നത്തെയും പോലെ തന്നെ നമ്മളൊരു 12 മണിയൊക്കെ ആയപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്. അതായത് ഒരു 11:50 ആയപ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി 12 മണിയായപ്പോൾ ലോഗിൻ ചെയ്തു. ഇപ്പൊ സമയം 1:13 ആവുന്നുണ്ട്. നമ്മൾ ഇതുവരെ 2 ഓർഡറാണ് കൊടുത്തത്. 2 ഓർഡറിനും കൂടെ 137 രൂപയാണ് കിട്ടിയത്. കറക്റ്റില്ല, പക്ഷെ ആദ്യത്തെ ഓർഡർ നമുക്ക് ഭയങ്കര ഡിലേ ആയിപ്പോയി. ഏകദേശം ഒരു 35 മിനിറ്റോളം നമ്മളവിടെ റെസ്റ്റോറൻറ്റിൽ വെയിറ്റ് ചെയ്യുന്നു. നല്ല രീതിയിൽ ഡിലേ ആയിപ്പോ. അല്ലെങ്കിൽ നമുക്ക് ഒരു 1-2 ഓർഡർ കൂടെ ആ ഒരു ടൈമിൽ കൊടുക്കാറുണ്ട്. ഇനിയിപ്പോ ഇവിടുന്ന് നേരെ കൊല്ലം ടൗണിലേക്ക് കയറാന്ന് വിചാരിച്ചു. ടൗൺ ഇവിടുന്ന് ഒരു 3.5-4 കിലോമീറ്ററിന് അടുത്തേ ഉള്ളൂ. ടൗണിൽ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം കുറച്ച് ഓർഡേഴ്സ് കിട്ടും. ഉച്ച സമയം കൂടെ അല്ലേ. കടവൂർ പള്ളിയാണ് കേട്ടോ ഈ കാണുന്നത്. കൊല്ലം ടൗൺ എത്തുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. റമീസിൽ നിന്നാണ് 45 രൂപയുടെ ഓർഡർ. ഓക്കെ, നമുക്ക് നേരെ റമീസിലേക്ക് പോവാം. റമീസ് നമ്മളെ ചിന്നക്കട റൗണ്ട് ഇല്ലേ, റൗണ്ടിന് അടുത്തുള്ള റെസ്റ്റോറൻറ്റാണ്. കൊല്ലത്തുള്ളവർക്ക് അറിയാം, ഭയങ്കര ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറൻ്റ് ആണ്. അത് മാത്രമല്ല സ്വിഗ്ഗിയിൽ ഓടുന്നവർക്ക് പ്രിയപ്പെട്ട റെസ്റ്റോറൻറ്റ് കൂടെ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചറവറ ഓർഡർ അടിക്കുന്ന റെസ്റ്റോറൻറ്റാണ്. ഓ, നല്ല തിരക്കാണല്ലോ. വണ്ടി എവിടെ വെക്കും? ഇവിടെ വെച്ചിട്ടോ. അപ്പോൾ ഫുഡ് ഡിലേ ആണ്, ഇതുവരെ ആയിട്ടില്ല. ചിക്കൻ നൂഡിൽസ് രാവിലെ ഇത് തന്നെ. പക്ഷെ രാവിലെ അല്ല, നമ്മളെ ഫസ്റ്റ് ഓർഡർ ഇത് തന്നെ ആയിരുന്നു. ചിക്കൻ നൂഡിൽസ് ആയിരുന്നു. അത് അവിടെ നിന്ന് ഈ പറഞ്ഞ പോലെ 10-35 മിനിറ്റ് ഡിലേ ആയി.
ഇതും ഡിലേ ആണ്. എന്തായാലും നോക്കാം. എന്തായാലും ഒരുമാതിരത്തെ ഊഞ്ഞാലാട്ടിയ പരിപാടി ഇപ്പോൾ ഇവിടെ 24 മിനിറ്റ് ആയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുക. മിക്കവാറും നേരത്തെ ഒരുത്തം പറഞ്ഞാൽ നമുക്ക് 1 മണിക്കൂറോടെ ഇവിടെ വെയിറ്റ് ചെയ്തിട്ടാണ് ഫുഡ് കിട്ടിയത്. നമുക്ക് ഈ ഉച്ച സമയത്തൊക്കെ ഈ പറഞ്ഞ പോലെ ഓർഡറൊക്കെ അടിക്കാൻ പറ്റും, ഉച്ചയ്ക്കോ അല്ലെങ്കിൽ രാത്രി സമയത്തൊക്കെ. അപ്പോൾ ആ സമയത്ത് ഇതുപോലെ ഓർഡേഴ്സ് ഒന്ന് ഡിലേ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം പോക്കാം. ഒരെണ്ണം വന്ന് ഈ ഇതുകൊണ്ട് 1-2 ഓർഡേഴ്സ് വന്ന് ഒരു പണി എന്ന് കഴിഞ്ഞാൽ മതി, ആ ഒരു ദിവസം നമുക്ക് പോക്കാം. നമ്മൾ വിചാരിക്കണ ഇൻസെൻറ്റീവ് അടിക്കാൻ പറ്റത്തില്ല, ഒന്നും നടക്കില്ല. ഇവന്മാരെ പൊക്കി പറഞ്ഞപ്പോഴേ ഞാൻ പ്രതീക്ഷിക്കണമായിരുന്നു ഇങ്ങനെ ഒരു പണി കിട്ടുമെന്ന്. ആ ഓർഡർ ക്യാൻസലായി. അത് ക്യാൻസൽ ആയപ്പോൾ തന്നെ നമുക്ക് അടുത്ത ഓർഡർ അടിച്ചു. വല്ലാത്ത ഡിലേ. അവിടെ ആണെങ്കിൽ ഞാൻ ജസ്റ്റ് അകത്തൊന്ന് കയറിയായിരുന്നു. അവിടെ ഒരുപാട് പേര്, ഒരു 10-12 പേര് ഡെലിവറി ബോയ്സ് അവിടെ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. ഈ പറഞ്ഞ പോലെ ഇന്നലെ പെരുന്നാൾ ആയതുകൊണ്ട് തന്നെ ഇന്ന് പിറ്റേ ദിവസം അതിന്റെ ഒരു തിരക്കുണ്ട്. സിഗ്നലാണ് ഇവനൊക്കെ. ഇവിടുത്തെ ഓട്ടോക്കാരെത്തിയ ഒരു എന്താ പറയുന്നത്, പറഞ്ഞ നമ്മള് കുറ്റക്കാരാവും. അതാ പ്രശ്നം. പുള്ളിക്ക് സിഗ്നൽ ഒന്നും ഒരു വിഷയമല്ല, എടുത്ത് പറന്നങ്ങ് പോവുക. അതിന്റെ ഇടയ്ക്ക് വല്ല വണ്ടി വന്ന് കയറിയാലോ, അതൊന്നും ആൾക്കൊരു വിഷയമേ അല്ല. കമോൺ. ഞാൻ സത്യം പറഞ്ഞ ഈ കൊല്ലം ടൗണിൽ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ഓട്ടോക്കാരാണ് കേട്ടോ, ഈ ഒരു ഡെലിവറി ജോബ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം. ചില ദിവസങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ. ഈ അഡീഷണൽ ചാർജ് ഉണ്ട് 30 രൂപ. ആ പ്രതീക്ഷയിലാണ് നമ്മൾ അത്യാവശ്യം ഒരു എമൗണ്ട് ഒപ്പിക്കണം എന്നുള്ള രീതിയിലാണ് നമ്മൾ തുടങ്ങിയത്. അപ്പോഴാണ് ആദ്യത്തെ ഓർഡർ ഡിലേ ആയത്. ഇപ്പൊ ഈ ഒരു ഓർഡർ ഡിലേ ആയി. ചില ദിവസങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ. ഈ 2 ഓർഡർ ഡിലേ ആയപ്പോ തന്നെ ഏകദേശം ഒരു 1-1.5 മണിക്കൂർ അങ്ങനെ പോയി. കാരണം ഇവിടെ ഒരു അരമണിക്കൂർ ഏറെ വെയിറ്റ് ചെയ്തു, മറ്റേ ഹോട്ടലിൽ അരമണിക്കൂർ വെയിറ്റ് ചെയ്തു. പിന്നെ നമ്മൾ ആ ഹോട്ടലിലേക്ക് പോവാൻ എടുത്ത സമയം അതെല്ലാം കൂട്ടി എങ്ങനെ ഒരു 1-1.25 മണിക്കൂർ 1.5 മണിക്കൂറിനകത്ത് നമുക്ക് പോയി. അതാണ് പ്രശ്നം. ആ സമയം ഉണ്ടെങ്കിൽ ഒരു 2-3 ഓർഡർ നമുക്ക് വേറെ കൊടുക്കാറുണ്ട്. ഈ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ നമുക്ക് ഓർഡർ അടിച്ചിരിക്കുന്ന ലേ ഡിലൈസ് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നാണ്. നമ്മളെ ബീച്ച് റോഡുള്ള റെസ്റ്റോറൻറ്റ്. ഇല്ലെണ്ണ. ഓക്കെ. വണ്ടിയോടെ ഇവൻ റീച്ച്ഡ് പിക്കപ്പ് ലൊക്കേഷൻ 1804. ചിക്കൻ ബിരിയാണി വിത്ത് പായസം. അത് കൊള്ളാം അല്ലേ? ചിക്കൻ ബിരിയാണി വിത്ത് ഫ്രൈ ആൻഡ് പായസം. അതെന്തൊരു കോംബോ അവിടെ. ചിക്കൻ ബിരിയാണി വിത്ത് ഫ്രൈ ആൻഡ് പായസം. ഓർഡർ വെരിഫൈ ചെയ്തില്ല. ഇപ്പൊ എത്ര മോനെ? 24:46. ഓക്കെ. എങ്ങോട്ടേക്കുണ്ടോ? അടുത്ത് തന്നെ ഉള്ളതല്ലേ. നമ്മളിപ്പം റമീസിൽ പോയില്ലേ, ഓർഡർ ക്യാൻസൽ ആയില്ലേ, അതിന്റെ തൊട്ട് ഫ്രണ്ടിൽ ഒരു LIC ഓഫീസ് ഉണ്ട്. അവിടുന്നാണ്, അവിടെയാണ് നമുക്ക് ഈ ഓർഡർ കൊടുക്കേണ്ടത്. വേണ്ടേ, ഇതുവഴിയാണ് നമ്മൾ നേരെ കണ്ട റമീസിലേക്ക് പോയ ഇതുവഴിയാണ്. അതിന്റെ തൊട്ട് ഫ്രണ്ടിലാണ് ഈ LIC ബിൽഡിംഗ്. വേണ്ടേ മേളിൽ. ഇത് മണ്ടേ കൊണ്ട് കൊടുക്കണമെന്തോ. റീച്ച് കസ്റ്റമർ ലൊക്കേഷൻ. കസ്റ്റമറെ വിളിച്ചു നോക്കാം.
ആ ചേട്ടാ സ്വിഗ്ഗിന്നായിരുന്നേ. ആ ഇവിടെ താഴെയുണ്ട്. കൊടുത്താൽ മതി. ഓക്കെ കൊടുത്തേക്കാം. ഓക്കെ ശരി. ഓക്കെ സെക്യൂരിറ്റി ഉണ്ടോ അന്ന് വേറെ കോളിലാണ്. എന്നാ അതുലിന്റെ ഓർഡറേ. ഓക്കെ ഡെലിവറി കംപ്ലീറ്റ്. ഈ ഓർഡറിന് എത്ര രൂപ കിട്ടി? 46 രൂപ. വാ, ഇത് ഭയങ്കര ലാഭമുള്ള ഓർഡറായിരുന്നു കേട്ടോ. അതായത് നമ്മൾ ഏതാണ്ട് ഒരു 2.5 കിലോമീറ്ററാണ് മൊത്തത്തിൽ ഓടിയത്. 46 രൂപ കിട്ടി. സർജ് വേണ്ട, ഇപ്പൊ നല്ല സർജ് ബോണസ് 30 രൂപയുണ്ട്. ഗോ ടു നെക്സ്റ്റ് ഓർഡർ. ഗൈസ് വേണ്ടേ, നമുക്ക് അടുത്ത പണി വന്നിട്ടുണ്ട്. റമീസിന്ന് തന്നെ വീണ്ടും ഓർഡർ അടിച്ചു. എന്ത് പറയാനാന്ന് പറ. ഞാൻ ഇവിടുന്ന് എങ്ങനെയെങ്കിലും അങ്ങ് രക്ഷപ്പെട്ട് പോവാന്ന് പറഞ്ഞപ്പോ അവിടുന്ന് തന്നെ ഓർഡർ അടിച്ചു. നേരത്തെ അരമണിക്കൂറിലേറെ എന്നിട്ട് നമുക്ക് ഓർഡർ പ്രിപ്പയർ ആയിട്ട് കിട്ടിയില്ല. ഇനിയിപ്പോ എന്തോ ആയിരിക്കും അവസ്ഥ, എന്തോ പറയാനാണ്. അവിടെ പോയി ഇനി പോസ്റ്റ് ആകെ 3 മണി വരെ നമുക്ക് സെർച്ച് ഉള്ളു. ഇപ്പൊ സമയം 2:10 ഈ ഓർഡർ ഇനി 3 മണിക്ക് മുമ്പെങ്കിലും കിട്ടുമെന്നുള്ളതാ പ്രിപ്പയർ ആയിട്ട്. അപ്പൊ ആ ഓർഡർ പെട്ടെന്ന് കിട്ടി കേട്ടോ. ഞാൻ കരുതി നേരത്തെ പോലെ വീണ്ടും നിർത്തി പോസ്റ്റ് ആക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ അത് നടന്നില്ല. ഒരു 10 മിനിറ്റിന് പോലും നമുക്ക് നിൽക്കേണ്ട വന്നില്ല. 10 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് കിട്ടി. ചിക്കൻ ബിരിയാണി ആയിരുന്നു, അതുകൊണ്ട് സാധനം പെട്ടെന്ന് റെഡിയായിട്ട് കിട്ടി. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ഈ ഒരു ജോലിക്ക് നമുക്ക് ഒന്നും പ്രവചിക്കാൻ പറ്റൂല. ഞാൻ ആദ്യം റമീസിൽ ഓർഡർ അടിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ചറവറ ഓർഡർ അടിക്കുന്ന സ്ഥലമാണ്, പൊളിയാണെന്നൊക്കെ പറഞ്ഞ് ഓടി അവിടെ എത്തിയപ്പോഴത്തേക്ക് ആടക്കണം നല്ല കട്ടക്കിട്ട് പോസ്റ്റ് ആയി കളഞ്ഞു. ഇപ്പോഴ് നേരത്തെ ആ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ വിചാരിച്ച് ഇനിയും ഡിലേ ആകുമെന്ന് വിചാരിച്ചു. പക്ഷെ ഡിലേ ആയില്ല, പെട്ടെന്ന് സാധനം കിട്ടി. ഇത് തന്നെയാണ് പല റെസ്റ്റോറൻറ്റിലും പല ദിവസങ്ങളിലും നടക്കുന്നത്. ഇവിടെ DTDC ആരാണ്? ഇതിനകത്താണോ? ഓക്കെ ആ ഓക്കെ ഓക്കെ. ആ അതുകൊണ്ട് DTDC. ഞാനും ഇല്ലടേ. അതുകൊണ്ട് ആള് വരുന്നത്. അഖിലല്ലേ? ഡെലിവറി കംപ്ലീറ്റ്. എത്ര രൂപ കിട്ടി? കമാൻ 49 രൂപ. നമുക്ക് ഇതുവരെ 4 ഓർഡർ 232 രൂപ. അപ്പൊ ഇപ്പോ സമയം 11:10 നമ്മൾ ഉച്ചയായപ്പം നിർത്തിയിട്ട് പിന്നെ ഇപ്പോഴാണ് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ടായിരുന്നു ഇതിന്റെ ഇടയ്ക്ക്. ഒരു 2:45 ആയപ്പോഴത്തേക്ക് ഞാൻ ഓഫ്ലൈൻ ആക്കി വീട്ടിലൊക്കെ പോയി ഫുഡെല്ലാം കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു 3:45 ആയപ്പോ വീണ്ടും ഓൺലൈൻ ആയെങ്കിലും പക്ഷെ ഓർഡർ ഒന്നും ആ സമയത്ത് കിട്ടിയില്ല. പിന്നെ ഓർഡർ അടിക്കണ ഏകദേശം ഒരു 5 മണിയൊക്കെ ആയപ്പോഴാണ്. അപ്പോൾ ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെ റെയിൻ സർജും ഒക്കെ അഡീഷണൽ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഓർഡർ എടുക്കാൻ വേണ്ടി റെസ്റ്റോറന്റിലേക്ക് പോയപ്പോഴേക്ക് പോകുന്ന വഴിക്ക് വെച്ച് തന്നെ ആ ഓർഡർ ക്യാൻസൽ ആയി. അപ്പം അതും പോയി. പിന്നെ നമുക്ക് അടുത്ത ഓർഡർ അടിക്കണത് 6 മണിക്കാണ്. സത്യം പറഞ്ഞാൽ അങ്ങനെ ആ ഉച്ചയ്ക്ക് ഒരു 2 ഓർഡർ ഡിലേ ആയി. പിന്നെ ആ വൈകിട്ട് 5 മണിക്ക് അടിച്ച് ആ ഓർഡർ ക്യാൻസൽ ആയി. അത്രയും ആയപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ഇന്നത്തെ ദിവസം 3G ആയെന്ന് വിചാരിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 6 മണിക്കത്തെ ഓർഡർ അടിക്കണത്. 6 മണിക്ക് ഓർഡർ അടിച്ച് അപ്പം മുതൽ ഇപ്പൊ വരെ ഈ ഒരു 11:10 വരെ നമുക്ക് നോൺ സ്റ്റോപ്പായിട്ട് ഓർഡർ അടിക്കുന്നുണ്ടായിരുന്നു. അതായത് ഇടയ്ക്ക് ഒരു 3-4 ലോങ് ഓർഡേഴ്സ് വന്നായിരുന്നു.
ഹലോ, സ്വിഗ്ഗി എന്നായിരുന്നേ. ആ, അതായത് നമ്മള് റെയിൽവേ കട്ടിങ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്ന ആ റോഡല്ലേ? കമ്പനി അറിയില്ല. റെയിൽവേ ഗേറ്റ് കഴിഞ്ഞ് ആ ഇറക്കം അങ്ങോട്ട് ഇറങ്ങിയിട്ട് വലത്തോട്ടുള്ള റോഡല്ലേ? ആ റോഡ് കേറി നിക്കുക. അല്ല, ഇവിടെ മാപ്പ് ഇവിടം വരെ വന്നോളൂ. അല്ല, ഇതിപ്പോ ഇവിടെ എത്തിയപ്പോ മാപ്പ് എൻഡായി, അതാ ഞാൻ വിളിച്ചത്. ഇപ്പൊ ഇവിടെ ഒരു റേഷൻ കടയുടെ ഫ്രണ്ടിലെത്തിയപ്പോ മാപ്പ് എൻഡായി. ആ, ഓക്കെ ഓക്കെ. പേയ്മെന്റ് എങ്ങനെയായിരുന്നു? ആണോ? അപ്പൊ ലൊക്കേഷൻ അവിടം വരെ വന്നിട്ടേ ആ റേഷൻ കട എടുത്തുനിന്ന് അകത്തോട്ടാ കാണിക്കുന്നത്. പോട്ടെ. ഓക്കെ, ഡെലിവറി കംപ്ലീറ്റ്. അപ്പൊ ഈ ഓർഡറിന് നമുക്ക് ഇതിന്റെ 103 രൂപ കിട്ടി. മൊത്തം നമുക്ക് എത്ര കിട്ടിയെന്നറിയോ? 1008 രൂപ ഇതുവരെയുള്ള ഏർണിങ്സ്. അതിനകത്ത് 17 ഓർഡറാണ് കാണിക്കുന്നത്. ആക്ച്വലി 17 ഓർഡർ അല്ല, 16 ഓർഡറേ ആയിട്ടുള്ളൂ. ഒരെണ്ണം ക്യാൻസൽ ആയ ഓർഡറാണ് 17 കൗണ്ട് കാണിക്കുന്നത്. ഇതല്ലേ, ഡെലിവർ 1 more order to get 230 ഇൻസെൻറ്റീവ്. ഓരോ ഓർഡർ കൂടെ കൊടുത്ത് നമുക്ക് 230 രൂപ ഇൻസെൻറ്റീവ് അതിനകത്ത് ആഡായിട്ട് കിട്ടും. അപ്പൊ നമുക്ക് ആ ഓരോ ഓർഡർ കൂടെ കൊടുത്താൽ വീട്ടിൽ പോവാം. വേണ്ടേ, അടുത്ത ഓർഡർ അടിച്ചു. KFC. നേരെയാണ് എന്നാതില്ലേ. അപ്പൊ ഈ KFCയിലുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, പ്രശ്നമല്ല ആക്ച്വലി, നമുക്ക് ഈ ഡെലിവറി ബോയ്സിനാണ് അത് പ്രശ്നം. അവരെ സംബന്ധിച്ചോ കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചോ ഒരു പ്രശ്നമല്ലത്. അപ്പോ നമുക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ KFCയിൽ അവർ റെസ്റ്റോറൻറ്റിൽ ഈ ഓർഡർ അക്സെപ്റ്റ് ചെയ്യില്ലേ, അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞ് 3 മിനിറ്റിനുള്ളിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഓർഡർ റെഡി കാണിക്കും. അതായത് ഇപ്പൊ ഫുഡ് പ്രിപ്പയർ ആയാലും ഇല്ലേലും ഓട്ടോമാറ്റിക്കായിട്ട് ഓർഡർ റെഡി കാണിക്കും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോ കസ്റ്റമർ വിചാരിക്കും, അപ്പൊ നമ്മൾ ഈ ഓർഡർ റെഡി കാണിക്കുമ്പോൾ നേരെ കസ്റ്റമർക്കായിരിക്കും ആദ്യം പോകുന്നത്, ഫുഡ് പ്രിപ്പയർ ആയിട്ടുണ്ട്, പിന്നെ ആളവിടെ എടുക്കാൻ നിൽക്കുകയാണെന്നും പറഞ്ഞുകൊണ്ട്. അപ്പൊ കസ്റ്റമർ നോക്കാത്തതിന് ഫുഡ് പ്രിപ്പയർ ആയിട്ടുണ്ട്, ഈ എടുക്കാൻ നിൽക്കുന്ന ആള് ഫുഡ് എടുക്കുന്നില്ല. അങ്ങനെ ഫുഡ് എടുക്കാത്ത എന്താണെന്ന് ചോദിച്ചുകൊണ്ട് പല കസ്റ്റമറും വിളിച്ചിട്ടുണ്ട്. ഫുഡ് എടുക്കാൻ എന്താണ് വൈകുന്നത്, ഓർഡർ റെഡി ആയിരിക്കുകയല്ലേ എന്നൊക്കെ ചോദിച്ച് വിളിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഈ KFCക്കുള്ളൊരു പ്രശ്നമാണത്. ട്രാൻസ്ഫോമർ എടുക്കുന്ന ലെഫ്റ്റ് ആണോ? എന്റെ 111. ഓക്കെ, താങ്ക് യു. ഓക്കെ, അമ്മേ ഒരു ക്യാഷ് പേയ്മെന്റ് ആയിരുന്നു 111. ഡെലിവറി കംപ്ലീറ്റ്, ക്ലോസ്, ഓഫ്ലൈൻ മതി. അപ്പോൾ അത് ഇന്നത്തെ നമ്മളുടെ ഏണിങ്സ് ആണ് ഈ കാണുന്നത്. 1077 രൂപ. ഇതിനകത്ത് ഇൻസെൻറ്റീവ് ആഡ് ആയിട്ടില്ല കേട്ടോ, ഇൻസെൻറ്റീവ് കൂടെ ആഡ് ആയിട്ട് വരും.
17 ഓർഡർ ആട്ടോ നമ്മൾ കൊടുത്തത്. ഇതിനകത്ത് ഒരു ക്യാൻസൽ ഓർഡർ കൂടെ ചേർത്തിട്ട് 18 ഓർഡർ കാണിക്കുന്നത്. 10 മണിക്കൂർ 41 മിനിറ്റ് നമ്മൾ വർക്ക് ചെയ്തു. ആക്ച്വലി 10 മണിക്കൂർ 41 മിനിറ്റ് നമ്മൾ വർക്ക് ചെയ്തില്ല. കാര്യം ഉച്ചയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ, ഈ പറഞ്ഞ പോലെ 3:45 ഞാൻ ഓൺലൈൻ ആക്കി. പക്ഷേ വീട്ടിൽ തന്നെ ഇരിക്കുകയായിരുന്നു. ഞാൻ വീട്ടിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഓൺലൈൻ ആക്കിയത്. എന്നിട്ട് നമുക്ക് ഓർഡർ അടിച്ചത് 5 മണിക്കാണ്. 5 മണിക്ക് ആ ഓർഡർ എടുക്കാൻ പോയപ്പോൾ തന്നെ അത് ക്യാൻസൽ ആവുകയും ചെയ്തു. എന്നിട്ട് ഞാൻ തിരിച്ച് വീണ്ടും വീട്ടിൽ തന്നെ വന്ന് എന്നിട്ടാണ് അടുത്ത ഓർഡർ 6 മണിയായപ്പോൾ അടിച്ചത്. അപ്പോൾ ആ ഒരു 3:45 ടു 6 മണി, ഏകദേശം ഒരു 2-2.25 മണിക്കൂർ നമ്മൾ വീട്ടിൽ തന്നെ ആയിരുന്നു. സത്യത്തിൽ ചെറിയൊരു ജലദോഷമൊക്കെ ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു. നമ്മൾ വീഡിയോ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് നേരം വീട്ടിൽ തന്നെ ഇരുന്നത്. അത് പോട്ടെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഏർണിങ്സ് ചെയ്യേണ്ടേ 1077 രൂപയാണ്. ഇതിനകത്ത് 230 രൂപ ഇൻസെൻറ്റീവും കൂടെ ആഡായിട്ട് വരും. 1077 പ്ലസ് 230 ഇൻസെൻറ്റീവ്, മൊത്തം 1307 രൂപയാണ് അപ്പം നമുക്ക് കിട്ടിയേക്കണത്. ഇതിനകത്ത് ഒരു 210 പ്ലസ് 140, അതായത് ഒരു 380 രൂപയ്ക്ക് ഞാൻ പെട്രോൾ അടിച്ചു. അപ്പോൾ 957 രൂപ. ഇതാണ് ഇന്നത്തെ നമ്മളെ ലാഭം. സത്യം പറഞ്ഞാൽ ഒട്ടും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഉച്ചക്കത്തെ ആ ഒരു പോക്കൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് നല്ല രീതിയിൽ 3G ആകുമെന്നാണ് വിചാരിച്ചത്. എന്തായാലും നടന്നില്ല. എന്തോ അത്യാവശ്യം തിരക്കില്ലാത്തൊരു ഏർണിങ്സ് ഇന്ന് കിട്ടി. പിന്നെ വേറൊരു കാര്യം, ഇന്ന് ഈ സർജും കൂടെ ഒക്കെ ഉണ്ടായത് കൊണ്ടാണ് ഇപ്പോഴും സർജ് കിടക്കുന്നുണ്ട്. 22 രൂപ ഇപ്പോഴും സർജ് കിടക്കുകയാണ് രാത്രിയിൽ. അപ്പോൾ ആ ഒരു സർജും കൂടെ ഉണ്ടായത് കൊണ്ടാണ് നമുക്ക് ഇത്ര ഏർണിങ്സ് കിട്ടിയത്. അപ്പോൾ നോർമൽ ഡേയ്സിൽ ഈ ഒരു 17 ഓർഡറിനൊന്നും ചിലപ്പോൾ ഇത്രയും കിട്ടണമെന്നൊന്നുമില്ല. അപ്പോൾ എന്താ ഇനിയപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്വിഗ്ഗിയിൽ ചേരാൻ അല്ലെങ്കിൽ സ്വിഗ്ഗിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി കൊടുത്തിട്ടുണ്ട്. അതിനകത്തൊന്ന് മെസ്സേജ് ഇട്ടാൽ മതി. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ ബൈ. ഇത് നമ്മളെ തങ്കശ്ശേരി വാടിപ്പള്ളിയാണ് കേട്ടോ ഈ കാണുന്നത്. അതിൻ്റെ മുമ്പിൽ നിന്നാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ എടുത്തത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.